തിരുവനന്തപുരം കഠിനംകുളത്ത് വീടിനുള്ളിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുവരെയും പ്രതിയെ കണ്ടെത്താനോ പ്രതി എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള യാതൊരു സൂചനകളും പോലീസിന് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഏറെ നിർണായകമായി ഇന്ന് സംഭവിച്ചത് ഈ കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടർ വീട്ടിൽ നിന്നും കാണാതായിരുന്നു. ആ സ്കൂട്ടർ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നായിരുന്നു ആ സ്കൂട്ടർ കണ്ടെത്തിയത്. നിലവിലെ നിഗമനം അനുസരിച്ച് കൊലയാളി എന്ന് സംശയിക്കുന്ന ഈ ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് അയാൾ ഈ കൊലയ്ക്ക് ശേഷം അവിടെ നിന്ന് ആതിരയുടെ സ്കൂട്ടറുമായി കടന്നു കളയുകയും ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഈ ഒരു സ്കൂട്ടർ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ രക്ഷപ്പെട്ടതാകാം എന്നാണ് നിലവിലെ നിഗമനം. ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഈ യുവാവ് എറണാകുളം സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചിറയൻകീഴ് ഭാഗത്ത് ഈ സ്കൂട്ടർ ഉപേക്ഷിച്ച ശേഷം ഇയാൾ എറണാകുളത്തേക്ക് രക്ഷപ്പെട്ടതാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള 4 അംഗ സംഘമായി തിരിഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. യാതൊരു സൂചനകളും പ്രതിയെക്കുറിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട ആതിരയുടെ സംസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആതിര വെഞ്ഞാറമൂട് സ്വദേശിയാണ്. വെഞ്ഞാറമൂട് മൂളയം സ്വദേശിയാണ്. ഈ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ കുടുംബം ഞങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്തായാലും ആതിരയുടെ സംസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. കുടുംബം ഈ ഒരു കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കുടുംബം പ്രതികരിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ്, തിരുവനന്തപുരം കഠിനംകുളത്താണ് ആതിരയും ഭർത്താവും താമസിച്ചിരുന്നത്. കഠിനംകുളം ദേവീക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലിരിക്കുന്ന വീട്ടിൽ, ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വീട്ടിലായിരുന്നു ഇവരുടെ താമസം. ഈ വീട്ടിൽ ആണ് ഈ ഭർത്താവ് ഈ പൂജയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവിടെ ഈ ആതിരയെ കൊല്ലപ്പെട്ട നിലയിൽ, ഈ കഴുത്തിൽ കത്തി കുത്തി ഇറക്കപ്പെട്ട രീതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഈ ഭർത്താവ് നാട്ടുകാർ വിവരം അറിയിച്ചു. അവർ പോലീസിനെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും പോലീസും അടക്കമുള്ളവർ അവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികളൊക്കെ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി മൃതദേഹം ഈ ഒരു വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയും ഇന്ന് ആദ്യം കഠിനംകുളത്ത് മൃതദേഹം കൊണ്ടുപോവുകയും അവിടെ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ ആതിരയുടെ വീടായ വെഞ്ഞാറമൂട് കൊണ്ടുവരികയും മൂളയത്തുള്ള വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുകയും ചെയ്യാണ്. എന്തായാലും ഈ ഒരു ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ഇയാൾ 2 ദിവസം മുന്നേ വന്ന് ആതിരയെ കൊലപ്പെടുത്തുമെന്ന ഒരു ഭീഷണി മുഴക്കിയിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഭീഷണി ഉയർത്തിയിരുന്നുവെന്ന് പിന്നീട്, അതായത് ആതിര മരിച്ച ശേഷം ഭർത്താവ് മറ്റുള്ളവരോട് പറയുകയുണ്ടായി. എന്തിനാണ് ഒരു ഭീഷണി, അതായത് ആതിരയെ കൊല്ലും എന്ന ഒരു ഭീഷണി എന്തിനാണ് ഉയർത്തിയത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല പോലീസ് നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ആതിരയുടെ ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന ഒരു വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആവശ്യം ആതിര നിരാകരിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിലെന്നാ കയറിയതെന്ന് തോന്നുന്നു. വണ്ടി എടുത്ത ഇത് അപ്പുറത്തെ റോഡിൽ നിന്ന്
ഫ്രണ്ടിലോട്ട് വരുന്നു മറ്റേ ഇതില്ലേ മൊബൈൽ ഇതിൻ്റെ ചേട്ടാ ഞങ്ങൾ ആവശ്യപ്പെട്ട ഫോട്ടോ